ഇതിനു മുന്നേ ഉള്ള സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്രമണ രീതിയും അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളും സൂപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചെന്ന് തോന്നുന്നില്ല. പക്ഷെ ബാലിസ്റ്റിക് മിസൈലുകൾ ആണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. സോ സാധാരണഗതിയിലുള്ള മിസൈൽ അറ്റാക്കിൽ നിന്നും അതിന്റെ പ്രഹരശേഷി കൂടുതലാണ്. അതിനുള്ള കരുതലുകൾ എടുക്കുന്നുണ്ട്. എല്ലാവരും തന്നെ പബ്ലിക് ഷെൽട്ടറിനോ അല്ലെങ്കിൽ ഷെൽട്ടറിനോടുള്ള പരിസര പ്രദേശങ്ങളിൽ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. അതിനുപരിയായിട്ട് നമ്മളിപ്പോൾ ഇസ്രായേലിലാണ് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു രാജ്യത്തിന്റെ ഭാഗമാണ് യുദ്ധങ്ങളും. ഇപ്പം നമ്മളാണെങ്കിൽ പോലും പലതവണ ഈ ഒരു സബ്ജക്ട് മാത്രമേ ഞാൻ ഈ ചാനലിലൂടെ സംസാരിച്ചിട്ടുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ പലപ്പോഴും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആത്മവിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ അമിതാത്മവിശ്വാസത്തിലല്ല, നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുക, നമ്മുടെ വേണ്ട പ്രിക്കോഷനുകൾ എടുക്കുക എന്നത് തന്നെയാണ് നമ്മൾ. മലയാളി കമ്മ്യൂണിറ്റികൾ, സമൂഹ മാധ്യമങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഇടങ്ങളിൽ എങ്ങനെയാണ്? വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടോ? അവിടെ തന്നെ തുടരുക, ഇത് ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറുന്നു. നമുക്കറിയാം ന്യൂസ് 18 തന്നെ ഏതാണ്ട് 2-3 വർഷത്തിനിടയിൽ, ഒക്ടോബറിൽ തുടങ്ങിയ ആക്രമണത്തിനിടയിൽ അതിനോട് പലതവണ ഈ ആശങ്കകൾ പങ്കുവെക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ തന്നെ തുടരുക, അതിന്റെ സംരക്ഷണയിൽ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണോ മലയാളി സമൂഹം പൊതുവെ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെ തന്നെ തുടരുക, അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റും തരുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് സേഫായിട്ട് ഇവിടെ തന്നെ തുടരുക എന്നതാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം ഉയർന്നു വരുന്നത്. അതിനുപരിയായിട്ട് നമുക്കറിയില്ലല്ലോ, ഇപ്പം യുദ്ധം എപ്പോഴും ഭ്രാന്തമായ ഒരു തലത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നാളെ എന്താണെന്നുള്ളത്. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യുക എന്നതാണ് ഞാനടക്കമുള്ള മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്വീകരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി അരുൺ, അവിടെ നിന്ന് ഇപ്പോൾ